ഹലോ. അപ്പൊ കൊറേ നാളത്തെ പ്രൊക്കാസ്റ്റിനേഷനും അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ലോങ് വീഡിയോ എടുക്കണം എന്നുള്ള സംഭവം ഞാൻ പുഷ് ചെയ്ത് സമയം കണ്ടെത്താൻ സമയങ്ങൾ ഉണ്ടായിട്ട് പോലും കണ്ടെത്താണ്ട് മാറ്റി വെച്ച് അവസാനം ഞാൻ വേറൊരു സെറ്റപ്പിൽ എത്തിയേക്കാണ്. ഞാൻ ആക്ച്വലി നേരത്തെ ചെയ്ത ലോങ് വീഡിയോ ഞാൻ കണ്ടു. അതിൻ്റെ അകത്തുണ്ടല്ലോ എന്റെ മുടി ചെറുതായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ മുടി വെട്ടിയിട്ട് വളർന്നുകൊണ്ടിരുന്ന ആ ഒരു ചെറിയ മുടി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ലോങ് വീഡിയോ ചെയ്ത് നിർത്തിയതാണ്. ഇപ്പൊ എന്റെ മുടിയുടെ നീളം ഇത്രയായി. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒന്ന് പ്രിപ്പയർ ആവട്ടേക്കാം. ഞാൻ എപ്പോഴും എന്താണ് കണ്ടന്റ് എന്താ പറയുക ഓൾറെഡി സ്ക്രിപ്റ്റ് ചെയ്ത് അത് സംസാരിക്കലാണ് ഏറ്റവും പതിവ്. അപ്പൊ അതൊന്ന് മാറ്റി പിടിക്കണം, എന്റെ റിയൽ എനർജി നിങ്ങൾക്ക് തരണം എന്നുള്ള കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രാവശ്യം എന്താ പറയേണ്ടതെന്ന് ഒന്ന് ഷോർട്ടായിട്ട് എഴുതി വെച്ചിട്ട് നിങ്ങളടുത്ത് സംസാരിക്കാൻ തീരുമാനിച്ചത്. ഇത് എത്ര പെർഫെക്റ്റ് ആയിരിക്കുമോ എത്ര ഇംപെർഫെക്റ്റ് ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് എടുത്തെടുത്ത് വരുമ്പോഴായിരിക്കും, മേ ബി എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കുമ്പോഴായിരിക്കും ഓ മൈ ഗോഡ് മൊത്തം മണ്ടത്തരൊക്കെ പറഞ്ഞത് ഞാൻ തിരിച്ചറിയാൻ പോകുന്നത്. പക്ഷെ ഞാൻ പറ്റുന്ന പോലെ എഡിറ്റ് ചെയ്ത് അതൊന്നും പ്രോപ്പറാക്കാൻ നോക്കാം. പറ്റില്ലെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം കുറേ നാൾക്ക് ശേഷം വീഡിയോ എടുക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. അപ്പൊ ഒന്ന് ക്ഷമിച്ചിട്ട് നമുക്ക് കണ്ടന്റിലോട്ട് കിടക്കാം. യുവർ മൈൻഡ് വർക്ക്സ് അഗെയിൻസ്റ്റ് യു. ആക്ച്വലി ഇതിന്റെ ഒരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഞാൻ അവിടെ നിന്നും കൊടുക്കാം. പക്ഷെ ഇത് കുറെ കൂടെ വേറൊരു പെർസ്പെക്റ്റീവ്. ഞാൻ എൻ്റെ അത് കുറെ ടെക്നിക്കൽ നേരത്തെ ചെയ്ത വീഡിയോയിൽ കുറെ ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്തു. അപ്പൊ ഒരു സാധാരണ മനുഷ്യന് അത് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്ക് മനസ്സിലായി. ഞാൻ ഫസ്റ്റ് എഴുതി വെച്ചേക്കുന്നത് 2 വേർഷൻസ് ഓഫ് യു എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിൽ എപ്പോഴും 2 വേർഷൻ ഉണ്ട്. എപ്പോഴും എന്താണ് ഒരു വേർഷൻ എപ്പോഴും ഗ്രോ ചെയ്യാനുള്ള ആഗ്രഹമായിരിക്കും. നമ്മളെ കൊണ്ട് പറ്റും ഒന്നും ചെയ്യുന്നൊക്കെ രീതിയിൽ നമ്മളെ ഇടയ്ക്കൊരു മോട്ടിവേഷൻ മനസ്സിൽ സംഭവിക്കേ, അതാണ് ഒരു വേർഷൻ. പിന്നെ വേറൊരു സാധനം ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് നിന്നെ കൊണ്ട് പറ്റില്ലടാ എന്നൊരു സാധനം ഇപ്പോഴും ഒരു ഒച്ച ഇങ്ങനെ വരില്ലേ. ഇപ്പൊ ഒരാൾക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ആണെന്ന് വിചാരിച്ചു, പക്ഷെ ആൾക്കാരോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ 1 വേർഷൻ ഓഫ് യു ഇസ് ലൈക്ക് സംസാരിക്കേ അങ്ങനെയുള്ള സംഭവം. പക്ഷെ വേറൊരു വേർഷൻ ഇസ് ലൈക്ക് നിന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നണില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്താ പറ്റിയത് നിനക്ക് ഓർമ്മയുണ്ടോ? എന്റെ കൈയൊക്കെ വരയ്ക്കാൻ തുടങ്ങി, ഒച്ചയിടാൻ തുടങ്ങി. അപ്പോ നീ ഇപ്പോഴേക്ക് പോകേണ്ട ആവശ്യകതയുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. പക്ഷെ ഇത് മെയിൻലി സംഭവിക്കുന്നത് നമ്മുടെ ഒരു ഓൾഡ് പ്രോഗ്രാമിൽ റൺ ചെയ്യുന്നതുകൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാളും കടന്നുപോയ സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ പണ്ട് എപ്പോഴെങ്കിലും നമ്മൾ സ്റ്റേജിൽ സംസാരിച്ച സമയത്ത് നമ്മുടെ ഒച്ചയിടറിയ അല്ലെങ്കിൽ നമ്മളെ കളിയാക്കിയ ഒരു സാഹചര്യം, അതൊക്കെ ആയിരിക്കും നമ്മുടെ മൈൻഡിൽ കൂടെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വന്നത്. അപ്പൊ നമ്മുടെ ബ്രെയിൻ ആ കടന്നുപോയ സാഹചര്യത്തെ കൂടെ എന്ന് വെച്ചാൽ നമുക്ക് മേ ബി നാണക്കേടായി കാണും, അല്ലെങ്കിൽ നമുക്ക് എന്താണോ നമുക്ക് ഫീൽ ആയത് അത് ഇനി വീണ്ടും ഫീൽ ആക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നോക്കും. പണ്ടത്തെ സാഹചര്യങ്ങൾ എടുക്കാം. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു കാട്ടിക്കൂടെ എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് ആൻസസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മളൊരു കാട്ടിക്കൂടെ പോകുമ്പോ ആ കാട്ടിക്കൂടെ ഈ ഒരു പ്രദേശത്തെ കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ പാമ്പ് ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ആ പണ്ട് പാമ്പിനെ കണ്ടത് അങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ നെർവസ് സിസ്റ്റം എല്ലാം ആ അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടി എപ്പോഴും ആ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസത്തിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പണ്ട് നടന്ന ആ മിസ്റ്റേക്ക് നമ്മൾ വീണ്ടും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു സർവൈവൽ മെക്കാനിസത്തിലാണ് നമ്മുടെ ബ്രെയിൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ പുൾ ബാക്ക് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നിനക്ക് ഇത് പറ്റി, ഇനി അത് പറ്റാൻ പാടില്ല. നമ്മുടെ ബ്രെയിൻ എപ്പോഴും നമ്മുടെ ഹാപ്പിനെസ്സിനാരും പ്രിഫർ ചെയ്യുന്നത് നമ്മൾ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ സർവൈവ് ചെയ്താലാണല്ലോ പിന്നെ ആണെങ്കിൽ ഹാപ്പി ആവാൻ പറ്റുള്ളൂ. നമ്മൾ കടന്നുപോയ ഇമോഷൻസിൽ കൂടെ നമ്മൾ വീണ്ടും കടന്നു പോകരുത് എന്നുള്ള കോൺസെപ്റ്റ് നമ്മുടെ ബ്രെയിനിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ പുൾ ബാക്ക് ചെയ്യും. മോനെ വേണ്ട ഇനി ആ വഴി പോലെ എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ വീണ്ടും പുൾ ബാക്ക് ചെയ്യും. അതുകൊണ്ട് വീണ്ടും ആ മെമ്മറീസ് ഒക്കെ വരാൻ തുടങ്ങും. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ എന്ത് പറ്റി, ഇങ്ങനെയൊക്കെ പറ്റിയില്ലേ എന്നുള്ള രീതിയിൽ കുറെ മെമ്മറീസിനെ കൊണ്ടുവരും. അപ്പൊ നമുക്ക് ആ ഒരു മെമ്മറീസിനെ കൊണ്ടുവരുമ്പോ തന്നെ വീണ്ടും സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ റിലീസ് ആവാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ഓക്കെ വേണ്ട, ഇത് എനിക്ക് പറ്റിയ പണിയല്ല എന്നൊക്കെ ഉള്ളൊരു വിചാരം വരാൻ തുടങ്ങും. നമ്മുടെ ബ്രെയിനാണ് ഒരു വേറൊരു സംഭവമുണ്ട്.
ഇപ്പൊ നടന്ന കാര്യങ്ങളും ഡസൻ നോ ദ ഡിഫറൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യവും പണ്ട് നടന്ന കാര്യവും തമ്മിൽ വ്യത്യാസം വരത്തില്ല. ആ ഒരു മെമ്മറീസ് ഒക്കെ വീണ്ടും ഫ്ലാഷസ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ വിചാരിക്കും ഇപ്പൊ നടക്കണേന്ന്. അങ്ങനെ ഫുൾ എല്ലാ സ്ട്രെസ് ഹോർമോൺസും നമ്മൾ മറ്റേ ഫൈറ്റ് ഓർ ഫ്ലൈറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫിയറിനെ ഓവർകം ചെയ്യാണ്ട് നമ്മളത് വിട്ട് കളഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്ന ഒരു സംഭവം. വേറെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, യു ഡോണ്ട് സീ റിയാലിറ്റി ആസ് ഇറ്റ് ഇസ്, യു സീ റിയാലിറ്റി ആസ് യു ആർ. നല്ലൊരു കോട്ടല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ റിയാലിറ്റി ആസ് ഇറ്റ് ഈസ് അല്ല കാണുന്നത്. എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ അല്ല നമ്മൾ കാണുന്നത്. നമ്മൾ എങ്ങനെയാണോ ആ രീതിയിലാണ് നമ്മൾ റിയാലിറ്റിനെ പെർസീവ് ചെയ്യുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ കോംപ്രിഹെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ എടുക്കുകയാണ്, രണ്ട് മനുഷ്യർ ഒരേ സാഹചര്യത്തിൽ കൂടെ കടന്നു പോവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാൾക്കും ലൈഫിൽ വേറെ ആരുമില്ല, ഒറ്റയ്ക്ക് വളർന്നു വന്നവര്, ഫിനാൻഷ്യലി കുറെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരാള് പറയാണ് എനിക്കൊന്നും വിധിച്ചിട്ടില്ല, എന്റെ ലൈഫ് കേഴ്സ്ഡ് ആണെന്നുള്ള രീതിയിൽ വിശ്വസിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവരുടെ റിയാലിറ്റി അതാവും. പക്ഷെ മറ്റൊരാള് ഞാൻ വർക്ക് ചെയ്താലാണ്, ഞാൻ എന്നെ പുഷ് ചെയ്താലാണ് എനിക്ക് വേണ്ട രീതിയിൽ എത്തുള്ളൂ എന്നുള്ള പെർസ്പെക്റ്റീവില് ചില ആൾക്കാർ ഇങ്ങനെ പറയില്ലേ, ദൈവം എനിക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ തന്നത് എന്നെ കൊണ്ട് ഇത് തരണം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ പല ആൾക്കാരും പല പെർസ്പെക്റ്റീവിലാണ് അവർക്ക് വന്ന ബുദ്ധിമുട്ടുകൾ എടുക്കുന്നത്. അപ്പൊ ആ പെർസ്പെക്റ്റീവാണ് നിങ്ങളുടെ റിയാലിറ്റി ആയി മാറുന്നത്. അടുത്ത പറയാൻ പോകുന്നതാണ് ഒരു തോട്ട്. അപ്പൊ നമ്മൾ വിചാരിക്കാണ് എന്നെ കൊണ്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ പണ്ടെടുത്ത ഏതെങ്കിലും ഒരു ഡിസിഷൻ ഒക്കെ പാളിപ്പോയി. അതൊരു ഹ്യൂമൻലി സംഭവമാണ്. എല്ലാവർക്കും എല്ലാം ഡിസിഷൻസ് പെർഫെക്റ്റ് ആയിട്ട് നടക്കാൻ പോകുന്നില്ല. അപ്പൊ പക്ഷെ നമ്മളെടുത്ത ഏതൊക്കെയോ വലിയ ഡിസിഷൻസ് ഒക്കെ പാളിപ്പോയി. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ കൂടി കുറ്റപ്പെടുത്തുകയാണ്, നീ ചെയ്തു, നീ അങ്ങനെ ചെയ്തു, അന്നേരം നിന്നോട് പറഞ്ഞതല്ലേ അങ്ങനെ ചെയ്തതെന്നൊക്കെ ഉള്ള രീതിയിലുള്ള കുറ്റപ്പെടുത്തലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളത് ഇമോഷൻസ് ആയിട്ട് കളർന്നു, ഷെയിം, നാണക്കേടായി, പേടിയായി, ഫിയറായി. അപ്പൊ ഇനി എന്നെ കൊണ്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുമെന്ന് നമ്മൾ തന്നെ ഡൗട്ട്ഫുൾ ആവുകയാണ്. അപ്പൊ നമ്മുടെ ട്രൂത്ത് എന്ന് വെച്ചാൽ നമ്മൾ പെർസീവ് ചെയ്യാണ്, അതാണ് സത്യം എന്നുള്ളത്. അപ്പൊ ബാക്കിയുള്ളവരെല്ലാരും പറഞ്ഞ് നമ്മള് റിപ്പീറ്റഡ് ആയിട്ട് തോട്ട്സ് ഇങ്ങനെ വന്ന് ഓക്കെ എന്നെ കൊണ്ട് പറ്റില്ല ഡിസിഷൻസ് എടുക്കാൻ, ഞാൻ എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ തെറ്റിപ്പോവാണ് എന്നുള്ള സാധനം. അപ്പൊ വീണ്ടും വീണ്ടും നമ്മളൊരു ഡിസിഷൻ എടുക്കണതിന് മുന്നേ കുറെ പേരോട് ആലോചിക്കണം, ചോദിക്കണം. അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ ലിമിറ്റ് ആക്കി വന്നോണ്ടിരിക്കുകയാണ്. അവസാനം നമ്മുടെ ബിലീഫായി അത് എന്നെ കൊണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മുടെ ബിലീഫായി. അങ്ങനെ റിപ്പീറ്റ് ചെയ്തൊരു പാറ്റേണായി മാറുകയാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു ഇന്നർ പാറ്റേൺ, നമ്മളൊരു എന്തെങ്കിലും ഒരു സാഹചര്യം വരുവാണെങ്കിൽ ഓക്കെ എന്നെ കൊണ്ട് പറ്റില്ല ഡിസിഷൻ എടുക്കാൻ എന്നുള്ള ഒരു കൺക്ലൂഷൻ തൊട്ട് നമ്മൾ പെട്ടെന്ന് എത്തുവാണ്. അപ്പൊ അങ്ങനെ അതൊരു പേഴ്സണാലിറ്റി ആയിട്ട് മാറുകയാണ്. അപ്പൊ മേ ബി ഒരു അവോയ്ഡന്റ് പേഴ്സണാലിറ്റി ഉള്ള ഒരാള്, അങ്ങനെയുള്ള പല ആൾക്കാരും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് മേ ബി ആരെങ്കിലും കാരണം, അല്ലെങ്കിൽ ഒരു ചെറിയ തോട്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് വിത്ത് ഇമോഷൻസ് ആയിട്ട് അതാണ് ഒരു സത്യം എന്ന് അവര് അതാണ് സത്യം എന്ന് അവർ വിചാരിച്ച് അവസാനം അത് അവരുടെ പേഴ്സണാലിറ്റി ആയിട്ട് മാറുകയാണ്. ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഇഫ് യു ഫീൽ ദർ ഇസ് സംതിങ് റോങ്, അല്ലെങ്കിൽ അതിൽ തെറ്റുണ്ട്, മേ ബി ഞാൻ യൂസ് ചെയ്യുന്ന ടെർമിനോളജീസിലായിരിക്കാം, പക്ഷെ എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഫീൽ ഫ്രീ ടു കമന്റ് ഇറ്റ്. കാരണം ഞാൻ പെർഫെക്റ്റ് അല്ല, ഐ ക്യാൻ മേക്ക് മിസ്റ്റേക്സ് ആൻഡ് ഐ എം റെഡി ടു കണക്ട് ഇറ്റ്. ഓക്കെ, ഈ ഒരു പടം എല്ലാവരും കോമൺലി കാണുന്ന ഒരു സാധനമാണ്. ഞാൻ വരച്ചപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല, ഒരു ഐസ്ബർഗിന്റെ പടമായിരിക്കും ഉദ്ദേശിച്ചത് കേട്ടാ. അപ്പൊ ഐസ്ബർഗിൽ നമ്മൾ മേലെ കൂടെ കാണുന്നത് അത് നമ്മൾ എപ്പോഴും ഒരു കോൺഷ്യസ് മൈൻഡ് വെച്ചാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. കോൺഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോധപൂർവം ചെയ്യുന്ന കാര്യങ്ങള്. സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ചെറുപ്പം തൊട്ട് കടന്നു പോയി കഴിഞ്ഞ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസും നമ്മുടെ പാസ്റ്റ് ട്രോമാസും നമ്മുടെ പേരൻസ് എങ്ങനെയാണ് നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന് വന്ന കാര്യങ്ങളും ഇതൊക്കെ വെച്ച് മോൾഡായി വന്നതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. ഒന്ന് ആലോചിക്കുക, നമ്മൾ ഡേ ടു ഡേ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും നമ്മളിതൊക്കെ അവയർനെസ്സിൽ ചെയ്യുന്നതാണ്, പക്ഷെ കോൺഷ്യസ്ലി നമ്മൾ ഒരു 5% ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം സബ് കോൺഷ്യസ്ലി നമ്മുടെ പണ്ട് തൊട്ട് നമ്മൾ വളർന്നു വന്ന സാഹചര്യവും പാസ്റ്റ് ട്രോമാസും നമ്മളെ വളർത്തിക്കൊണ്ടുവന്നതും നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് മോൾഡായി വന്ന സബ് കോൺഷ്യസ് മൈൻഡ് ഗൈഡ് ചെയ്യുന്ന പോലെയാണ് നടക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ എത്രയും മാറണം എന്ന് വിചാരിച്ചാലും നമ്മൾ ഓൾറെഡി പ്രോഗ്രാംഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് വന്ന സാഹചര്യം കൊണ്ട് എല്ലാ രീതിയിലും നമ്മൾ ഓൾറെഡി ഒരു കേസ് ആയിട്ട് ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓൾറെഡി പ്രോഗ്രാംഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഇങ്ങനെ വേണം ലൈഫ്, അങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിയിൽ നമ്മളെ ചെറുപ്പം തൊട്ട് കൊണ്ടുവരുന്ന നമ്മുടെ സാഹചര്യത്തിലൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പറ്റും.
അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്ട്രോങ് ആയിട്ടിരിക്കണം, നമ്മളൊന്നും നമ്മുടെ ഷീൽഡിനെ താഴെ ഇടാൻ പാടില്ല, താഴെ ഇട്ട് കഴിഞ്ഞാൽ യു ബി അറ്റാക്ഡ് അഗൈൻ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നും പാസ്റ്റ് ട്രോമാസിൽ നിന്നും ഒക്കെ നമ്മൾ പഠിച്ച സാധനങ്ങൾ കാരണം നമ്മളെപ്പോഴും ആ ഒരു ഹൈ കോർട്ടിസോൾ ലെവലിൽ നമ്മളെപ്പോഴും ബോൾഡായിട്ടിരിക്കണം എന്നൊക്കെ രീതിയിൽ നമ്മൾ പുഷാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലവർ പുഷാക്കുന്നു, ചിലവരെ മൈൻഡ് ആക്കുന്നു, ചിലവർ ഓക്കെ എനിക്ക് മതിയായി എന്നുള്ള രീതിയിൽ എല്ലാം ഷട്ട് ഡൗൺ ചെയ്യുന്നത്, ഡിപ്രസ്ഡ് ആവുന്നു, പല രീതിയിലായിരിക്കും റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഗ്രാം ആയിട്ടിരിക്കുന്ന ഈ സംഭവമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ലിമിറ്റഡ് ആയിട്ടിരിക്കുന്നത്. എനിക്ക് ആക്ച്വലി പണ്ട് ഡിസിഷൻ എടുക്കാൻ ഒട്ടും പറ്റില്ലായിരുന്നു. കാരണം റിപ്പീറ്റഡ്ലി ഞാൻ എടുക്കുന്ന ഡിസിഷൻസ് പാടിപ്പോകുന്നു, അല്ലെങ്കിൽ നീ എടുത്തത് തെറ്റാന്നുള്ളത് കേട്ട് അല്ലെങ്കിൽ നിനക്ക് എടുക്കാൻ പ്രായമായിട്ടില്ല, അല്ലെങ്കിൽ നീ അല്ലെങ്കിൽ ഞാനൊരു പെണ്ണായതുപോലെ എന്നെ ലിമിറ്റ് ചെയ്തേക്കുന്ന കുറെ സാഹചര്യങ്ങൾ. അപ്പൊ അതുകൊണ്ടൊക്കെ രീതിയിൽ ഞാൻ വിചാരിച്ച സബ് കോൺഷ്യസ്ലി അത് അന്നേരം കയറിയിട്ടുണ്ടായിരുന്നു, ഓക്കെ ഞാൻ എടുത്താൽ ശരിയാവില്ലായിരിക്കും, സോ ബെറ്റർ കീപ് ക്വയറ്റ് എന്നുള്ള സംഭവം. ബാക്കി 5% ആണ് ആൾക്കൂടി കോൺഷ്യസ്ലി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഒരാൾ മാറണമെന്ന് വിചാരിച്ചാൽ മാറാൻ പറ്റാത്തത്. കാരണം അവർ സബ് കോൺഷ്യസ്ലി ഓൾറെഡി കുറെ കാര്യങ്ങളിൽ പെട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ആക്ച്വലി കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, ഹൗ ടു ഡീപ്രോഗ്രാം യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. അവരൊക്കെ എയിം ചെയ്യുന്നത് ഈ ഓൾറെഡി പ്രോഗ്രാം ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യുന്ന കുറെ ബിലീഫ്സ് നമ്മുടെ ഉള്ളിൽ ഓൾറെഡി പെട്ടിട്ടുണ്ട്. വേറെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഫെമിലിയർ പെയിനിനാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തത് പിന്നത്തേക്ക് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളും, അല്ലെങ്കിൽ ഇത് ചെയ്തത് തെറ്റാന്നറിയാം എന്നാലും അത് ചെയ്തു പോകുന്നത് കാരണം അവർ മൈൻഡ് അല്ലെങ്കിൽ അവർ ബ്രെയിൻ പ്രിഫേഴ്സ് ഫെമിലിയർ പെയിൻ. എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് തൊട്ട് കടന്നുപോയ ആ ഒരു ഫെമിലിയർ പെയിൻ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അല്ലാതെ അൺഫെമിലിയർ ഗ്രോത്ത് ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ നമ്മൾ പുഷ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് അൺഫെമിലിയർ ആണ്. അപ്പൊ നമുക്ക് അറിയത്തില്ല നമ്മുടെ ബോഡിക്ക് എന്താ പറ്റാൻ പോണേ. കാരണം ഇപ്പൊ നമ്മളിരിക്കുന്ന സ്റ്റേറ്റില് വി ഫീൽ സേഫ്. അതിൽ നിന്ന് നമ്മൾ പുഷ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഗോ ത്രൂ അൺഫെമിലിയർ സ്റ്റഫ്. അപ്പൊ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ലിമിറ്റ് ചെയ്തത്. അപ്പൊ അടുത്ത ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹൗ ടു ടേക്ക് ബാക്ക് കൺട്രോൾ. ഓക്കെ, അപ്പൊ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. കാരണം ഇപ്പൊ തന്നെ ഞാൻ കുറച്ച് ഡ്രെയിൻഡ് ആണ്. കാരണം ഈ പരിപാടി ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഒന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്യും. ഞാൻ അടുത്ത വീഡിയോ ഉടനെ അല്ലെങ്കിൽ നാളെ തന്നെ. ഞാനിപ്പോൾ എൻ്റെ ഫോണിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം എൻ്റെ മെമ്മറി കുറച്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഞാൻ വീണ്ടും ഷൂട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ശരി, ബൈ. താങ്ക് യു ഫോർ ലിസണിങ്. അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആൻഡ് വേറൊരു സംഭവം ഞാൻ പറയട്ടെ, എനിക്ക് 3145 സബ്സ്ക്രൈബേഴ്സ് എന്തോ ഉണ്ട്. ഓക്കെ, റൈറ്റ് നൗ തോന്നുന്നു കേട്ടോ, അറൗണ്ട് കേട്ടോ. യൂട്യൂബിൽ നമുക്ക് ആക്ച്വലി മോണിറ്ററൈസേഷൻ കിട്ടാൻ വേണ്ടി 3000 വാച്ച് അവർ ആണ് വേണ്ടത്. അപ്പൊ ഞാൻ ആക്ച്വലി അറൗണ്ട് 2000 എന്താണ്ടൊക്കെ എത്തിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2/3 ഞാൻ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. പക്ഷെ എന്ത് പറ്റി, ഞാൻ വീഡിയോസ് ഇടാൻ ലാഗായി. അങ്ങനെ ആ വാച്ച് അവർ 365 ഡേയ്സിലോട്ട് അത് ലാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ അതിങ്ങനെ കുറഞ്ഞു വന്നത്. പിന്നെ അതൊക്കെ സെറ്റാക്കി എടുക്കാൻ എനിക്കൊന്ന് മോണിറ്ററൈസ് ചെയ്ത് എന്നെ വീണ്ടും ഒന്ന് പുഷ് ചെയ്യാനുള്ള ലെവലിലോട്ട് എത്താനായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണും. ഈ വീഡിയോ ഇപ്പൊ അവസാനം പറഞ്ഞാലത് നിങ്ങൾ കേൾക്കത്തെ പോലും ഉണ്ടാവില്ല. പക്ഷെ ഇനി തൊട്ട് തന്നെ വീഡിയോസ് നിങ്ങൾ ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അടുത്തവന്റെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട. ആക്ച്വലി ഈ വീഡിയോസ് ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഇന്റൻഷനിൽ മാത്രം, ജെന്യുവൻലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഇന്റൻഷനിലാണ് ഞാൻ ഇറക്കുന്നത്. ഒന്ന് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ, ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇത്രയും നാളും നിങ്ങൾ തന്ന എല്ലാം സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഞാൻ യൂഷ്വലി വീഡിയോ എടുക്കുമ്പോഴെല്ലാം വേർഡ് ബൈ വേർഡ് എന്താ പറയേണ്ടത് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യും. മേ ബി എന്റെ വീഡിയോസ് എടുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മേ ബി മനസ്സിലാവില്ല അതെന്റെ എഡിറ്റിംഗ് സ്കിൽസിന്റെ ഇത് വെച്ചാണ്. കാരണം ക്യാമറയിൽ നോക്കാത്ത പോർഷൻ, സ്ക്രിപ്റ്റ് എഴുതി വായിക്കുന്ന പോർഷൻ എല്ലാം കറക്റ്റായി കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവാൻ സാധ്യതയില്ല. പക്ഷെ ഞാൻ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസ് എല്ലാം സ്ക്രിപ്റ്റഡ് ആണ്. അപ്പൊ അതിൽ നിന്നൊന്ന് മാറ്റി ചിന്തിക്കണം. എന്റെ ഉള്ളിൽ നിന്നുള്ള കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്റെ റിയൽ എനർജി നിങ്ങളുടെ അല്ലെങ്കിൽ എന്റെ ഇംപെർഫെക്ഷൻസ് നിങ്ങൾക്ക് എത്തണം എന്നുള്ള ഇതുള്ളത് കൊണ്ടാണ് ഞാൻ സ്ക്രിപ്റ്റഡ് അല്ലാണ്ട് വീഡിയോസ് എടുക്കാൻ തീരുമാനിച്ചത്. ആൻഡ് എത്ര നാളത്തേക്ക് ഉണ്ടാവില്ല എന്ന് അറിയത്തില്ല. പക്ഷേ ഞാനിപ്പോൾ എന്ത് ചെയ്താലും എൻ്റെ ഉള്ളിലൊരു പുഷ് ഉണ്ടാവുമല്ലോ, ഇതെല്ലാം മോനെ ഇതാണ് നിന്റെ വഴി എന്നുള്ള രീതിയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഡിസയർ, ഇത് ചെയ്യുക എന്നുള്ളൊരു സംഭവം. ഇപ്പം ഞാൻ വേറെ വഴിയിൽ ഇപ്പം എനിക്ക് ആക്ച്വലി
എന്താണ് പടം വരയ്ക്കാൻ കഴിവുണ്ട്, വേറെ എഡിറ്റ് ചെയ്യാൻ കഴിവുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. പക്ഷെ ഞാൻ ഈ വീഡിയോസ് എടുത്ത് അത് ആരൊക്കെയോ ഹെൽപ്പ് ചെയ്തു എന്ന് അറിയുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഐ മെൻ ടു ഡു ദിസ് എന്നുള്ളൊരു സംഭവം വരില്ലേ. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാൻ വീണ്ടും എന്നെ പുഷ് ചെയ്ത് ഞാൻ കുറച്ച് വേറെ കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നും എന്നെ പുഷ് ചെയ്ത് ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള ഇതിലോട്ട് എത്തുന്നത്. ഓക്കെ,